80s-ലെ 90s-ലേക്ക് കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അന്നത്തെ കാലത്തെ ബാലരമ, പൂമ്പാറ്റ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ, അതിലെ കഥാപാത്രങ്ങളും അവരെ എത്രയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരു അതുല്യ കലാകാരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഏകദേശം 35 വർഷകാലമായി മാഗസിൻ ആർട്ടിസ്റ്റായിട്ട് സേവനമനുഷ്ഠിച്ചു വരുന്ന ശ്രീ ബിജു കെ ജോൺ ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം ബിജുചേട്ടൻ. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ബിജുചേട്ടൻ്റെ ഒരു വ്ലോഗ് ചെയ്യണം എന്നുള്ളത്. ഏതായാലും ഇപ്പോഴാണ് അത് എനിക്ക് സാധിച്ചത്. അപ്പം ബിജുചേട്ടൻ എത്ര കാലമായി ഈ ഒരു മാഗസിൻ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഫീൽഡിലേക്കായിട്ട്? അപ്പോൾ ഏകദേശം ഞാനൊരു 91 കാലഘട്ടം മുതൽ ഈ മാഗസിൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് ജോലി ചെയ്തു തുടങ്ങിയത്. പക്ഷേ ശരിക്കും ഒരു ആർട്ടിസ്റ്റായിട്ട് സേവനം അന്നേരം അനുഷ്ഠിച്ചില്ല. അവിടെ ഈ ചിത്രകഥയുടെ ബലൂൺ എഴുതുക എന്ന് ഇന്ന് DTP കാണുന്ന പോലെ ഡയലോഗുകളൊക്കെ എഴുതുന്ന ഒരു രീതിയായിരുന്നു എന്നുള്ളത്. അതൊക്കെയാണ് കൂടുതൽ ചെയ്തു തുടങ്ങി വന്നത്. അതൊരു 91 കാലഘട്ടങ്ങളാണ്. പിന്നെ 92, 3, 5 ഒക്കെ ആയപ്പോഴാണ് സജീവമായും ആർട്ട് വർക്കിലേക്ക് പ്രവേശിച്ച് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ബിജുചേട്ടൻ കയറിയത് എവിടെയാണ്? ആദ്യം തുടങ്ങിയത് ടോംസ് കോമിക്സിലാണ്. ടോം സാറിൻ്റെ കൂടെ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ മാസികയെ, പിന്നെ അതുപോലെ തന്നെ മണ്ടൂസ് എന്ന് പറഞ്ഞ ചിത്രകഥ, ബോബനും മോളിയും മാഗസീന്, അങ്ങനെയുള്ള ടോം സാറിൻ്റെ കൂടെയാണ് ആദ്യത്തെ ആരംഭം. അപ്പോൾ ബിജുചേട്ടൻ ഇത് ശരിക്കും പഠിച്ചിട്ടുള്ളതാണോ, അതോ ബിജുചേട്ടൻ്റെ ഒരു ജന്മനാ ഉള്ള ഒരു കഴിവ് കൊണ്ടാണോ ഇത് വരയ്ക്കുന്നത്, അതോ ഇത് കോഴ്സ് ചെയ്താണ്? ഇത് കോഴ്സ് ചെയ്തതാണ്. പക്ഷേ ജന്മനാ നമുക്കൊരു കഴിവുണ്ടെങ്കിലേ നമുക്കത് അതിലേക്ക് എത്താനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരയ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠനശേഷം പിന്നെ വരവടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് 3 വർഷത്തെ കോഴ്സിന് പോയി. അങ്ങനെ കോഴ്സ് പൂർത്തീകരിച്ചു. ശേഷം പിന്നെ ഞാൻ ഒരു പത്ര പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ ഈ മാഗസീൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. ബിജുചേട്ടൻ ഇപ്പോൾ ഒരുപാട് മാഗസീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണെന്നൊന്ന് മെൻഷൻ ചെയ്യാം? തീർച്ചയായിട്ടും പറയാം. അതായത് ആദ്യം വർക്ക് ചെയ്തത് ടോംസ് കോമിക്സ്. അവിടുന്ന് വർക്കുകൾ കണ്ടിട്ട് പൂമ്പാറ്റയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നിന്ന് സ്റ്റാഫല്ല, പിന്നെ പൂമ്പാറ്റ വർക്ക് ചെയ്തു. അതേസമയം തന്നെ ടോംസിലും വർക്ക് ചെയ്യുന്നു. പൂമ്പാറ്റ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ബാലരമയുടെ കളിക്കുടുക്കയിൽ വരയ്ക്കാൻ ചാൻസ് ഉണ്ടായത്. അങ്ങനെ കളിക്കുടുക്ക വർക്ക് ചെയ്തു. പിന്നെ കുട്ടികൾ ദീപിക വർക്ക് ചെയ്തു. അങ്ങനെ പല മുത്തശ്ശി എന്ന് പറഞ്ഞ മാഗസീന്. പിന്നീട് ചെന്ന് ബാലഭൂമി എന്ന് പറഞ്ഞ മാസിക ഇറങ്ങി. അതിൽ ബാലഭൂമി ചിത്രകഥയിൽ വർക്ക് ചെയ്തു. പിന്നെ മംഗളത്തിൻ്റെ കളിച്ചപ്പ്, ബാലമംഗളം, മംഗളം വീക്കിലിയിൽ ചില ചെറിയ പടങ്ങൾ, അങ്ങനെ പല രീതിയിൽ മാഗസീൻ സംബന്ധിച്ച് ഒരുപാട് സ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തു. ബിജുചേട്ടന് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തിരിക്കുന്ന ഒരാളാണ്. കാരണം ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട് ബിജുചേട്ടൻ്റെ വരകളൊക്കെ. അപ്പം ബിജുചേട്ടൻ ഏറ്റവും എൻജോയ് ചെയ്ത് ആസ്വദിച്ച് വരച്ച ഏത് കഥാപാത്രത്തിനായിരിക്കും? അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഏത് പടം വരച്ചാലും അതെല്ലാം ആസ്വദിച്ചാണ് വരയ്ക്കുന്നത്. എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത്, ഞാൻ ബാലമംഗലത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മക്കൂക്കാർ പോലൊരു കഥാപാത്രമുണ്ട്. മക്കു എന്ന് പറഞ്ഞ ഒരു കാറാണ് അതിൻ്റെ കഥാപാത്രം. അപ്പോൾ കാറ് പിള്ളേരെ രക്ഷിക്കുന്നതും ഓടിക്കുന്നതും അത് ഓരോ തവണ സ്ക്രിപ്റ്റ് തരുമ്പോഴും അത് വരയ്ക്കാനൊരു പ്രത്യേക ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പിള്ളേരുടെ പ്രതികരണങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ എഴുതി വരുന്ന കാണുകയൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമാണ്. അതാണ് ഏറ്റവും ശരിക്കും ആസ്വദിച്ച് ചെയ്തത്. പൊതുവേ ഏത് വർക്കും നമ്മൾ വളരെ ആസ്വദിച്ചും സന്തോഷിച്ചുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് തരും, നമ്മൾ അതനുസരിച്ച്? അതെ, അവർ സ്ക്രിപ്റ്റ് തരും. തരുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് നമ്മൾ വരയ്ക്കണം. ചില എഡിറ്റർമാർ അത് വരയ്ക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരും. മിക്ക ആൾക്കാരും സ്ക്രിപ്റ്റ് തരുകയുള്ളൂ. നമ്മുടെ ഐഡിയയിലാണ് അത് വരയ്ക്കുന്നത്. ഏകദേശം ഒരു 30 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു ഇതാണേലും ഈ കാലഘട്ടം ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാം അല്ലെ? ഏത് മേഖലയിലാണേലും കുറച്ചും കൂടി ഈസിയാണ്, ടെക്നോളജി ഒക്കെ ഈസിയായി. പക്ഷെ ഒരു 30 വർഷത്തിന് പുറകില് ബിജുചേട്ടൻ ഈ ഒരു ഫീൽഡിൽ എത്താന്
ആരെങ്കിലും ഒരാൾ കാരണമായിരിക്കുമല്ലോ, ഒരു ഗുരു അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ ഒരാൾ വേണമല്ലോ. കാരണം ഇന്നത്തെ കാലമല്ല, സ്വന്തമായിട്ട് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും. അപ്പൊ അങ്ങനെ ഒരാളുണ്ടോ ബിചേട്ടന്റെ? ഉണ്ട്. അത് ഒരു നല്ല ചോദ്യമാണ്. അത് നമ്മളെക്കുറിച്ച് നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും നമ്മളെ കൈപിടിച്ച് നടത്തിയ ആൾക്കാരെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് അതൊരു നന്മയുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ ആ നിലയിൽ എനിക്ക് 2 പേര് എനിക്ക് ശരിക്കും പറയാനായിട്ടുണ്ട്. ഒന്ന് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ മിമിക്രി ആർട്ടിസ്റ്റ് കോട്ടയം സോമരേട്ടൻ, മിമിക്രി ആർട്ടിസ്റ്റ്. അപ്പോൾ അദ്ദേഹമാണ് സത്യത്തിൽ ഈ ഫീൽഡിൽ എന്നെ നിലനിർത്താനായിട്ടൊരാളെന്ന് പറയുന്നത്. രണ്ടാമത് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹം ആണ് ആദ്യം എന്നോട് പറയുന്നത് ഈ ടോംസ് കോംസിൽ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണ് ടോംസിൽ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ടോംസിൽ എഴുതാൻ ഒരാൾ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഈ DTP വെക്കാതെ ഡയലോഗ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എഴുതാനാണെന്നുള്ള ധാരണയിൽ ഞാൻ ചെല്ലുന്നത്. പക്ഷേ ടോം സാറിനെ കണ്ടു, സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഒരാളല്ല വേണ്ടത്. ഈ ടോം സാർ സ്ക്രിപ്റ്റ് പറയുമ്പോൾ അത് എഴുതിയെടുക്കാൻ ഒരാൾ വേണം. അതിനാണ് ആൾ ആഗ്രഹിച്ചത്. അപ്പോൾ എൻ്റെ എഴുത്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാനൊരു ആർട്ടിസ്റ്റ് ആണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് വരയ്ക്കുക എന്നുള്ളതാണ്, അതുകൊണ്ട് ഓഫീസുമായി കണക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ടോംസിലേക്ക് ചെല്ലുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു വിടാൻ എൻ്റെ ഒരു സ്നേഹിതൻ കാരണമാണ്. പിന്നെ ഈ ഫീൽഡിൽ നിലനിർത്താൻ കാരണമെന്ന് പറയുന്നത് ഈ കോട്ടയം സോമരേട്ടനാണ്. കാരണം ഞാൻ ആദ്യം പുതിയൊരു ഫീൽഡിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒക്കാതെ വരുമ്പോൾ അതിന് സാവകാശം തരികയും അതുപോലെ തന്നെ അതിനുവേണ്ടി അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതാതെ തന്നെ വരച്ചോളം പറയും. ലാസ്റ്റ് ഒരാൾ ഞെട്ടി നിൽക്കുന്ന പടം മതി എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ആ വരയ്ക്കുന്ന പടത്തിന് സ്ക്രിപ്റ്റ് എഴുതും. അങ്ങനെ ഒരുപാട് നാളുകൾ അദ്ദേഹം എന്നെ സഹിച്ചാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് വരയ്ക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. കോട്ടയത്തിന്റെ തന്നെ ഒരു അഭിമാനമാണ്. അതെ 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 അതെ. ബിചേട്ടൻ ഇപ്പോൾ ടോംസിൽ പോയി ഇങ്ങനെ എഴുതാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പെട്ടെന്ന് പറയാം. ബിചേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ബിചേട്ടൻ്റെ. കാരണം എൻ്റെയൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയോ ഇങ്ങനത്തെ ഒരു ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, കത്തുകളുടെ ഒരു കാലത്തൊക്കെയാണ് നമുക്ക് അന്നത്തെ ഒരാളുടെ ഏറ്റവും അസറ്റ് എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആണ് അല്ലേ? ഏറ്റവും ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർക്ക് ഭയങ്കര വാല്യൂ ആണ്. ഇനി പ്രേമലേഖനം എഴുതാനാണെങ്കിൽ പോലും അല്ലേ? അപ്പൊ ബിചേട്ടന്റെ ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി കാണിക്കണം കേട്ടോ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. പിന്നെ അതുകൂടാതെ ബിചേട്ടൻ ഇങ്ങനെ ആ ഒരു ഹാൻഡ് റൈറ്റിംഗിന്റെ രീതിയിൽ അന്ന് ഒരു പക്ഷേ ഇങ്ങനെ മാഗസിൻ അങ്ങനെ എന്തെങ്കിലും എഴുതേണ്ട അത്തരം ജോലികൾ ചെയ്തിട്ടുണ്ടോ? ആ നാളുകളിൽ ഈ നമ്മൾ ഡയലോഗുകൾ എഴുതുന്നത് ഇന്നാണ് DTP വെക്കുന്നത്, കമ്പ്യൂട്ടറല്ല. അന്ന് അതെല്ലാം എഴുതുകയായിരുന്നു. അപ്പോൾ ആ നാളുകളിൽ അതെല്ലാം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് എത്രമാത്രം അവർ ഹാൻഡ് റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും നമ്മൾ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് പോലും ഇപ്പം നമ്മൾ അക്ഷരങ്ങൾ മറന്നൊരവസ്ഥയല്ലേ? പക്ഷെ നമ്മളൊക്കെ ഇത്രയും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇത്രയും ഭംഗിയാക്കാനായിട്ട് നമ്മുടെ ടീച്ചർമാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഇത്രയും ബെസ്റ്റ് ആക്കാനായിട്ട് ബിചേട്ടന് ആരെങ്കിലും അങ്ങനെ റോൾ മോഡലുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നോ, അതോ ബിചേട്ടൻ ഇങ്ങനെയായിരുന്നു? ഹെൽപ്പൊന്നും കേട്ടിട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് കൈയെഴുത്ത് മാസികകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എഴുതിയും അങ്ങനെയൊക്കെ പൊതുവെ അതെ അങ്ങനെയൊക്കെ എഴുതി. പിന്നെ സ്കൂളിലൊക്കെ 2 വരെയായിട്ട് എഴുതുമ്പോൾ മറ്റു പിള്ളേരെ എന്നെ കൊണ്ട് എഴുതിപ്പിക്കുമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അതെല്ലാം നമുക്ക് പ്രയോജനമായിരുന്നു. ഏതായാലും ഇന്നത്തെ കുട്ടികൾ കൂടെ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. എത്ര ഡിജിറ്റൽ യുഗമാണെങ്കിലും ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിച്ചു നോക്കണം, ഒന്ന് എഴുതി തരാൻ പറയണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും അല്ലേ അവരുടെ ഹാൻഡ് റൈറ്റിങ്ങും ഈ പിള്ളേരുടെ ഹാൻഡ് റൈറ്റിങ്ങും തമ്മിലുള്ള. പക്ഷേ ഇംഗ്ലീഷിലൊക്കെ കുട്ടികൾ ഒത്തിരി നല്ല കർസീവ് റൈറ്റിംഗ് ഒക്കെ എഴുതി നല്ല ഇതാണ്. പക്ഷെ മലയാളം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ബിചേട്ടൻ ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് വരികയാണ്. ഇപ്പോൾ അറ്റ് പ്രസന്റിൽ ബിചേട്ടൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതേക്കുറിച്ചൊന്ന് പറയും. ഇപ്പം മനോരമയുടെ ബാലരമ അമർ ചിത്രകഥയുടെ വർക്കുകൾ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഡിവോഷണൽ വർക്കുകളുണ്ട്. അതെ, അതുപോലെ തന്നെ VBSകൾ അങ്ങനെയുള്ള വർക്കുകൾ, അങ്ങനെയുള്ള ഡിവോഷണൽ വർക്കുകളും ചെയ്യുന്നുണ്ട്. എങ്കിലും ഇത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ശ്രദ്ധ കൂടുതലായിട്ടുള്ളത് പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ്. അപ്പം ചിത്രരചന പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, വീടുകളിൽ പോയി പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല സ്ഥലങ്ങളിലുണ്ട്.
അതുപോലെ തന്നെ ചില സ്കൂളുകളിലും ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ചിത്രരചനയിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പം അവരുടെ ആ ഒരു രീതികളും അല്ലെ അവർ വരും അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശമോ സന്ദേശം അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പിള്ളേർ സാധാരണ അവർ പെട്ടെന്ന് അവർ ഈ പടങ്ങളിൽ കാണുന്ന പോലെ പെട്ടെന്ന് വരച്ചങ്ങ് ആ രീതിയിലാകണമെന്നുള്ള ആഗ്രഹമാണ് പിള്ളേർക്കുള്ളത്. അത് പിള്ളേരല്ലേ, അങ്ങനെയാണ് സ്വാഭാവികം. പക്ഷേ അങ്ങനെ ഒരിക്കലും ഏത് ഫീൽഡാണേലും ഉടനടി അങ്ങനെ ആവത്തില്ല. അപ്പം അതിനൊരു സാവകാശം വേണം. അതിനൊരു തുടർമാനമായ ഒരു പഠനം വേണം. അതെല്ലാം പ്രാക്ടീസൊക്കെ വേണം. അപ്പോൾ ആ ഒരു പരിചയത്തിലൂടെ മാത്രമേ ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സാവകാശം പിള്ളേരെടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ബിജുചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ബിജുചേട്ടൻ ഒരു ജോബായിട്ട്, കാര്യം ഒരു പാഷനാണ്, കഴിവാണെന്ന് പറഞ്ഞാലും ഇത് ഇത്രയും വർഷം ഒരു ജോബായിട്ടാണ് ചെയ്തു വന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ബിജുചേട്ടൻ ഇതിൻ്റെ ഒരു എക്സിബിഷൻ, ബിജുചേട്ടൻ്റെതായ ഒരു എക്സിബിഷൻ നടത്താനോ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവുകയല്ലോ? അതോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ ബിജുചേട്ടൻ്റെതായ ഒരു സ്റ്റാമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു ചിന്ത എനിക്ക് പോയിട്ടില്ല. പക്ഷേ ഞാൻ ചില സ്ഥാപനങ്ങളിലെ പേർ ചിത്രങ്ങൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവർ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ ചെയ്യുന്ന ഒരു എക്സിബിഷൻ എന്നോട് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹം ഇപ്പോൾ മനസ്സിലുണ്ട് ചെയ്യണം. മാത്രമല്ല ഇനിയും ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു എക്സിബിഷൻ നടത്തുന്നതിനേക്കാളും കുട്ടികളിലേക്ക് നമ്മുടെ അറിവ് പകർത്തണം എന്നുള്ളതാണ്. അതൊരു നല്ലൊരു കാര്യം തന്നെ. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ എനിക്കറിയാവുള്ളത് ബിജുചേട്ടൻ്റെ ഫാമിലിയെ കുറിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഇങ്ങനെ ഒരു ചിത്രരചന അങ്ങനെ ഒരു കഴിവുണ്ടോ, അല്ലെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ? എൻ്റെ ഫാമിലിയെ കുറിച്ച് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന്. വീട്ടിൽ വൈഫ്, എനിക്കൊരു മോള്, പിന്നെ അമ്മ, ഞങ്ങൾ ഇത്രയും പേരടങ്ങുന്ന ചെറിയ കുടുംബമാണ്. അതുപോലെ തന്നെ മോള് നല്ല ആർട്ടിസ്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം പടം വരയ്ക്കും, അല്പമൊക്കെ പാടുകയും ചെയ്യും. അങ്ങനെ കഴിവ് ചെറിയ തോതിൽ അവർക്കുണ്ട്. പിന്നെ വൈഫ് നന്നായിട്ട് പാചകം ചെയ്യും, വലിയ കഴിവാണ്. അമ്മ നല്ല സ്നേഹമുള്ളതാണ്. എൻ്റെ അനിയൻ്റെ മോനിപ്പോൾ കൂടെ നിൽപ്പുണ്ട്. അവനും ഒരു കമ്പ്യൂട്ടർ ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ 2 പേരാണ്, ഒരാണും ഒരു പെണ്ണും. ചേച്ചി എൻ്റെ മൂത്തത് ബീന ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ് സിബിച്ചായൻ. ഞങ്ങൾ ഇത്രയും പേരാണ് ഉള്ളത്. സംഗീതം, ചിത്രരചന എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര ടെക്നിക്കലായിട്ട് പഠിച്ചാലും ഉള്ളിലൊരു കഴിവുണ്ടെങ്കിലേ അതൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ഒരു ജന്മനാ ഒരു കഴിവുള്ള ഒരാളാണ് ബിജുചേട്ടൻ. ശരിക്കും കോട്ടയം പുതുപ്പള്ളിക്കാരനായ ബിജുചേട്ടൻ നമ്മുടെയൊക്കെ ഒരു അഭിമാനം കൂടിയാണ് കേട്ടോ. അപ്പോൾ ബിജുചേട്ടനെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ വഴി അവതരിപ്പിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.